സദ്വേഷണം. ഇന്ന് സാത്താൻ്റെ വേദോപദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനൊരു പഴമൊഴിയില്ലേ, പറഞ്ഞു കേട്ടിട്ടില്ലേ? സാത്താൻ വേദോതുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഗുരുരത്നജ്ഞാന തപസ്യ എന്നറിയപ്പെടുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന, അതായത് ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്ന ഹരികുമാർ മണിയൻ്റെ ഒരു പ്രഭാഷണം വ്രതത്തെക്കുറിച്ച്, വ്രതവും ആത്മപരിവർത്തനവും, അതാണ് വിഷയം. ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. എന്താണ് പറയണതിൻ്റെ കഥാസാരം എന്ന് പറഞ്ഞാൽ, ഗുരുവിൻ്റെ ആ ഒരു പരമ്പരയിൽ എക്കാലത്തും ആത്മീയാനുഭവമുള്ള ഒരു ഗുരുവുണ്ടായിരിക്കും. ആ ഗുരുവിന് അവസ്ഥ പൂർത്തീകരിച്ച ഫെബ്രുവരി 22 കുറിച്ച് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്ന് പറയാം. അപ്പോൾ അതിൽ അദ്ദേഹം വ്രതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ സാത്താൻ്റെ വേദോപദേശം ഒന്ന് കേൾക്കാം. കേട്ടിട്ട് അതിനോടനുബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. പൂജിത പീഠം സമർപ്പണം അർദ്ധവാർഷിക കുംഭമേള 2026 ഫെബ്രുവരി 22 ഞായറാഴ്ച നമ്മുടെ ആശ്രമത്തിലെ ഏറ്റവും പുണ്യവും പ്രകാശഭരിതവുമായ ആഘോഷവേളയായി ആചരിക്കുകയാണ്. ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ ദിവ്യമായ മഹിമ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു അനുഗ്രഹീത ദിനം. ശാന്തിഗിരി പരമ്പരയിൽ ഈ മഹോത്സവം 41 ദിവസത്തെ വ്രതസങ്കല്പങ്ങളുടെ പരിസമാപ്തിയാണ്. കേട്ടില്ലേ? ശാന്തിഗിരി പരമ്പരയിലെ ഏറ്റവും പുണ്യമായ ദിനമാണ് ഫെബ്രുവരി 22 എന്നാണ് പറയുന്നത്. ആ ഫെബ്രുവരി 22 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശാന്തിഗിരി പരമ്പരയിലെ യഥാർത്ഥ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ വിശ്വസിക്കുന്നവർക്കുള്ള കരുദിനമെന്നറിയപ്പെടുന്ന ആഭാസ ദിനമാണ്. ആഭാസ പൂർത്തീകരണ ദിനം. അവസ്ഥാപൂർത്തീകരണ ദിനമല്ല, ആഭാസ പൂർത്തീകരണ ദിനം. കാരണം എനിക്ക് അത് ആധികാരികമായിട്ട് കുറച്ചുകൂടി ഇതിൽ പറയാൻ പറ്റുന്ന വെച്ചാൽ, ഗുരുവിൻ്റെ കുടുംബാംഗമായ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അനുജനെ വിളിച്ചിറക്കി ഈ അമൃതാജിനിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ചുകൊണ്ട് പോയിട്ട് വകവരുത്തിയ ഒരു ദിവസം കൂടിയാണ് ഈ ഫെബ്രുവരി 22 രാത്രി. മനസ്സിലായത്? ഈ ആഘോഷത്തിൽ പങ്കെടുക്കാമെന്നാണ്. അങ്ങനെ ഈ ആഘോഷം നടക്കുന്ന ഏത് സമയത്തും എന്തെങ്കിലും ഒരു അനർത്ഥം എവിടെയെങ്കിലും ഉണ്ടായിരിക്കും പരമ്പരയിൽ. മനസ്സിലായോ? അപ്പോൾ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് പുണ്യമായ, ഈ അമൃത എന്ന് പറയുന്നവരെ സംബന്ധിച്ചും ഗുരുരത്നം എന്ന് പറയുന്ന ഹരികുമാറിനെ സംബന്ധിച്ചും അത് പുണ്യദിനങ്ങളാണ്.